മനസ്സുകൊണ്ട് തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ നടത്തി റമദാനിന് വേണ്ടി ഒരുങ്ങിയാൽ മാത്രം പോരല്ലോ, ആ റമദാനിലേക്ക് എത്തുക എന്നുള്ളതും ഒരു തൗഫീഖാണ്. തീർച്ചയായും ആ ഒരു റമദാനിലേക്ക് എത്താനുള്ള പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ ബല്ലിഗ്നാ റമദാൻ എന്നൊക്കെ പലരും പ്രാർത്ഥിക്കുന്നതൊക്കെ കേൾക്കാറുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ഇത്? അതേപോലെ തന്നെ ആ റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള ആ ഒരു തൗഫീഖിന് വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥനകളും മറ്റും ഒക്കെ ഒന്ന് പറഞ്ഞാൽ നന്നോ? തീർച്ചയായും പറഞ്ഞതുപോലെ റമദാനിലേക്കൊരു വിശ്വാസിക്ക് എത്താൻ കഴിയുക എന്നത് അള്ളാഹുവിൻ്റെ മഹത്തരമായൊരു തൗഫീഖാണ്. അപ്പോൾ റമദാനിലേക്ക് എത്താനുള്ളൊരു പ്രാർത്ഥന, പ്രത്യേകിച്ച് ഹദീസുകളിലൊന്നും അല്ലാഹുമ്മ ബല്ലിഗ്ന ഇലാ റമദാൻ എന്നോ അല്ലാഹുമ്മ ബാരിക് ലന ഫീ ശഅബാൻ എന്നോ ഒന്നും ഹദീസുകളിൽ സ്വഹീഹായ ഹദീസുകളിലൊന്നും കാണാൻ കഴിയില്ലെങ്കിലും മുൻഗാമികൾ സലഫുകൾ ഒരു റമദാൻ കഴിഞ്ഞാൽ 6 മാസക്കാലം അവരുടെ അമലുകൾ സ്വീകരിക്കാനും പിന്നത്തെ 6 മാസക്കാലം അടുത്ത റമദാനിലേക്ക് എത്താനും അവർ പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണെങ്കിലും റമദാൻ എന്ന് പറയുന്നൊരു അനുഗ്രഹമാണ്, അതൊരു നിഅമത്താണ്. അപ്പോൾ അതിലേക്ക് എത്താൻ ഒരു നിഅമത്ത്, ഒരു അനുഗ്രഹം നേടിയെടുക്കാൻ വിശ്വാസി പ്രാർത്ഥിക്കണം. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആ നിലക്കൊരാൾ അല്ലാഹുവേ എന്നെ നീ റമദാനിലേക്ക് എത്തിക്കണേ, അല്ലാഹുമ്മ ബല്ലിഗ്നാ ഇലാ റമദാൻ, അല്ലാഹു ഞങ്ങളെ നീ റമദാനിലേക്ക് എത്തിക്കണേ എന്നു പ്രാർത്ഥിക്കാം. അതിലൊന്നും തെറ്റില്ല, പ്രാർത്ഥന വേണം. കാരണം ഒരു വിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന. ചില നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതും പ്രാർത്ഥനകൾ കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നബിയെ പറയണം, മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് എന്ത് പരിഗണനയാണ് നൽകുക? വല്ലാത്തൊരു വാചകമാണത്. അല്ലാഹ് നമ്മളെ പരിഗണിക്കണമെങ്കിൽ നമ്മൾ ദുആ ചെയ്യണം, ചോദിക്കണം. അപ്പോൾ റമദാനിലേക്ക് എത്തുക എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. അത് എത്രത്തോളം ചോദിച്ചാൽ മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു കണ്ടൊരു സ്വപ്നമുണ്ട്. ഇതിലേക്ക് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു സംഗതിയാണ്. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല പറയുകയാണ്, ഒരു നാട്ടിൽ നിന്ന് 2 ആളുകൾ ഒരേ സമയത്ത് ഒരുമിച്ച് വന്ന് ഇസ്ലാം സ്വീകരിച്ചു. ആ 2 ആളുകളിൽ ഒരാൾ ആദ്യം മരണപ്പെട്ടു പോയി. 1 വർഷം കഴിഞ്ഞിട്ടാണ് മറ്റൊരാൾ മരണപ്പെടുന്നത്. ആദ്യം മരണപ്പെട്ട വ്യക്തിയാകട്ടെ കഠിനാധ്വാനം ചെയ്യുന്ന, നന്മയിൽ കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഷഹീദായിട്ടാണ് മരിച്ചത്. ആദ്യം അദ്ദേഹം മരണപ്പെട്ടു. പിന്നീട് രണ്ടാമത് കൂട്ടത്തിൽ വന്ന ആൾ 1 കൊല്ലം കഴിഞ്ഞിട്ട് മരണപ്പെട്ടു. ഈ 2 ആളുകളെയും ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല ഒരു സ്വപ്നത്തിലൂടെ കാണുകയാണ്. എങ്ങനെയാണ് സ്വപ്നം? ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല സ്വർഗത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ അടുത്തുള്ള ഒരാൾ ഈ 2 ആളുകളിൽ അവസാനം മരണപ്പെട്ട, കഠിനാധ്വാനമൊന്നും ചെയ്യാത്ത, ഷഹീദല്ലാത്ത ഒരു സാധാരണ മരണം വരിച്ച വ്യക്തിയോട് ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറയാം. അതിനുശേഷമാണ് ഷഹീദായ കഠിനാധ്വാനം ചെയ്ത മനുഷ്യനോട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറയണത്. അതെ, 2 പേർക്കും ഒരേ സമയത്താണ് ഇസ്ലാം ലഭിച്ചത്. 2 പേരും പ്രവാചകന്റെ അടുക്കലേക്ക് എത്തിയത് ഒരേ സമയത്താണ്. ഷഹാദത്ത് കലിമ ചൊല്ലിയത് ഒരേ സമയത്താണ്. അതിൽ ആദ്യം മരണപ്പെട്ട വ്യക്തിയാകട്ടെ ആളുകളുടെ മുന്നിൽ കഠിനാധ്വാനിയാണ്, അതേപോലെ തന്നെ ഷഹീദാണ്. പക്ഷെ മറ്റേ ആൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച ആളാണ്. 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് മരണപ്പെട്ടത്. ഇവരെ അത്ഭുതപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ സംസാരം കൊണ്ടുവന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചത് തന്നെ എന്താണ് ഇതിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയതെന്നാണ്. എന്താണ് നിങ്ങളെ ഇതിൽ അത്ഭുതപ്പെടുത്തിയത്? അപ്പോൾ സഹാബികൾ പറഞ്ഞു, നബിയെ, ആദ്യം സ്വർഗത്തിൽ എത്തേണ്ടത് ആ കൂടുതൽ പണിയെടുത്ത ഷഹീദായ മനുഷ്യനാണല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ 2 ആളുകളിൽ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം മറ്റേയാൾ 1 കൊല്ലം കൂടി കൂടുതൽ ജീവിച്ചില്ലേ? ബല, അതേ റസൂലെ, ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം അദ്റക റമളാൻ ഫസ്വാമ, അദ്ദേഹം റമളാനെ കാണുകയും അല്ലെങ്കിൽ യസൂമു, അദ്ദേഹം നോമ്പെടുക്കുകയും ചെയ്തില്ലേ? അതേ നബിയെ, നോമ്പെടുത്തിട്ടുണ്ട്. ഫസല്ല കദ വകദ, അദ്ദേഹം നമസ്കരിച്ചിട്ടില്ലേ? അദ്ദേഹം ഇങ്ങനെയൊക്കെ 1 കൊല്ലം നന്മകൾ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട് നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചോദിച്ച ചോദ്യം എന്താണ്? അയാൾ ഒരു റമളാൻ അയാൾക്ക് കിട്ടുകയും നോമ്പെടുക്കുകയും ചെയ്തില്ലേ? അതാണ് ആദ്യം ചോദിക്കുന്ന ചോദ്യം. റമളാനെ അയാൾ കണ്ടുമുട്ടിയില്ലേ എന്നത്. എന്നിട്ട് പ്രവാചകൻ ആ ഹദീസിൻ്റെ അവസാനത്തിൽ പ്രവാചകൻ പറഞ്ഞ വാചകം എന്താണെന്നറിയോ? 1 കൊല്ലം മറ്റേ ആളേക്കാൾ കൂടുതൽ ഇയാൾ ജീവിച്ചപ്പോൾ 1 റമളാനിനെ അയാൾക്ക് കിട്ടുകയും നോമ്പെടുക്കുകയും ചെയ്തു. സുജൂദുകൾ വർദ്ധിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഫമ ബൈനഹുമ
ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ളത് അബ്അദു മിമ്മാ ബൈന സ്സമാഇ വൽ അർള്, ആകാശഭൂമികളോളം അകലമുണ്ട്. സുബ്ഹാനല്ലാഹ്, ആകാശഭൂമികളോളം അകലമുണ്ടെന്ന്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നന്മകളുടെ ഏറ്റക്കുറച്ചിൽ, രണ്ടാളുകളുടെ നന്മകളുടെ ഏറ്റക്കുറച്ചിൽ ഒരു റമദാൻ കിട്ടുമ്പോഴേക്കും ആകാശഭൂമികളോളം മാറിമറിയാണ്. അപ്പോൾ ഒരു റമദാൻ ഒരാൾക്ക് കിട്ടുക എന്ന് പറയുന്നത് അതൊരു ഗോൾഡൻ ചാൻസാണ്, ഒരു സുവർണാവസരമാണ്. അതുകൊണ്ട് തന്നെ റമദാനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം നമ്മളൊക്കെ ഈ റമദാൻ എത്തുമ്പോൾ അതിൻ്റെ തൊട്ട് മുൻപ് ഒരുപാട് മരണവാർത്തകൾ കേൾക്കാറുണ്ട്. 1 മണിക്കൂർ ബാക്കി നിൽക്കെ മരിക്കുന്നവരുണ്ട്, 1 ദിവസം ബാക്കി നിൽക്കെ മരിക്കുന്നവരുണ്ട്. റമദാനിലേക്ക് എത്തിയിട്ട് നന്നാകണം എന്നൊക്കെ നല്ല നീയത്ത് വെച്ച് നടന്ന മനുഷ്യന്മാർ റമദാനിലേക്ക് എത്താൻ മണിക്കൂറുകളും ദിവസങ്ങളും ബാക്കി നിൽക്കെ മരണപ്പെട്ടു പോണവരുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചെന്താ? അവർക്ക് ഈ റമദാൻ കിട്ടണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. അവർ ഈ റമദാനിൽ വേണ്ട, കാരണം അവരുടെ ആയുസ് കഴിഞ്ഞു. പക്ഷേ അവരോടൊപ്പം അതേ പ്രായത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു റമദാൻ കൂടി കിട്ടിയാലോ, അവർക്കിടയിൽ നന്മയിൽ ആകാശഭൂമികളോളം അകലമുണ്ടാകുമെന്ന്. റമദാനിലേക്ക് എത്താനുള്ള ആമീൻ ആമീൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം, റമദാനിലേക്ക് എത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം.